ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം കർത്താവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് നേരുകയാണ്. ദൈവം അനുഗ്രഹിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പുതിയ ദിവസം, പുതിയ വചനം. ഇന്നലെ നാം പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? വചനം ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം, അതിൻ്റെ 28-ഉം 29-ഉം വചനങ്ങളായിരുന്നു. അതിങ്ങനെയാണ് പറഞ്ഞത്: ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും പ്രദാനം ചെയ്യും. അനുഗ്രഹങ്ങളുടെ കലവറ തുറക്കുന്നൊരു വചനം. ആ വചനം ആവർത്തിച്ച് പറഞ്ഞ് അനുഗ്രഹം. ഇന്ന് നാം പഠിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകം, അനുഗ്രഹങ്ങളുടെ ഒരു പ്രാർത്ഥന നാം പഠിക്കുകയാണ്. ദിനവൃത്താന്ത പുസ്തകം 1-ാം പുസ്തകം, അതിൻ്റെ 4-ാം അധ്യായം മാറുന്നില്ല, 4-ാം അധ്യായം തന്നെ 10-ാം വചനമാണ്. The first book of Chronicles, chapter 4, verse 10. അതിങ്ങനെയാണ് പറയുന്നത്. യാബസ് എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ദൈവമേ, വചനം, ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എൻ്റെ മേലായിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്നിട്ട് ആ വചനത്തിൻ്റെ അവസാനം എഴുതി വെച്ചിരിക്കുകയാണ്, ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. യാബസിന്റെ പ്രാർത്ഥനയാണ്: ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എൻ്റെ മേലായിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. Jabez called on the God of Israel, saying, "Oh, that you would bless me and enlarge my border, and that your hand might be with me, and that you would keep me from hurt and harm." And God granted what he asked. എത്ര സുന്ദരമാണ്. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ആര് പ്രാർത്ഥിച്ചാലും ഹൃദയ പരമാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഏവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കും. അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ല. ആര് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ഞാൻ പ്രാർത്ഥിച്ചാലും കേൾക്കും, വേറെ ഏത് വ്യക്തി പ്രാർത്ഥിച്ചാലും കേൾക്കും. പക്ഷേ നാം പ്രാർത്ഥിക്കേണ്ടത് ഹൃദയ പരമാർത്ഥതയോടെയാണ്. ഹൃദയ പരമാർത്ഥതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവം നമ്മുടെ അടുത്ത് വരും. എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ വിവിധങ്ങളായ മേഖലകളുടെ അതിരുകൾ വിസ്തൃതമാക്കണമേ. എന്നെ അവിടുത്തെ കരം എൻ്റെ മേലുണ്ടാവുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കും. ആമേൻ.